തങ്ങളുടെ അധികാരപരിധിയിലുള്ള എല്ലാ പാകിസ്ഥാൻ പൗരന്മാരെയും കണ്ടെത്തി നാട് കടത്തണമെന്ന് മുഖ്യമന്ത്രിക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നിർദ്ദേശം. ഇതുമായി ബന്ധപ്പെട്ട് അമിത്ഷാ എല്ലാ മുഖ്യമന്ത്രിമാരുമായി സംസാരിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് എല്ലാ പാക് പൗരന്മാർക്കുമുള്ള വിസ ബുധനാഴ്ച ഇന്ത്യ റദ്ദാക്കിയിരുന്നു. ഏപ്രിൽ 27 എല്ലാ വിസകളും റദ്ദാക്കും. ഭീകരാക്രമണത്തിലെ പാക് പങ്കിന് തെളിവുണ്ടെന്നാണ് ഇന്ത്യയുടെ ഔദ്യോഗിക നിലപാട്. വ്യാഴാഴ്ച ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി അമേരിക്ക, UK, ഇറ്റലി, ഫ്രാൻസ്, ജർമ്മനി, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങളുടെ മുതിർന്ന നയതന്ത്ര പ്രതിനിധികളെ ധരിപ്പിച്ചു. പാക് പൗരന്മാരുടെ വിസ റദ്ദാക്കൽ ഇന്ത്യ പ്രഖ്യാപിച്ച 5 നടപടികളിൽ ഒന്ന് മാത്രമാണ്. സിന്ധു നദീജല കരാർ മരവിപ്പിക്കുന്നതടക്കം കടുത്ത നടപടികളാണ് വിദേശകാര്യ മന്ത്രാലയം പ്രഖ്യാപിച്ചത്. അതേസമയം ഇസ്ലാമിക ഭീകരർക്ക് പാകിസ്ഥാൻ പതിറ്റാണ്ടുകളായി നൽകി വരുന്ന പിന്തുണ തുറന്നു സംബന്ധിച്ച് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് രംഗത്ത് വന്നിരുന്നു. 3 പതിറ്റാണ്ടായി ഭീകര സംഘടനകൾക്ക് ധനസഹായവും പിന്തുണയും നൽകുന്നുണ്ടെന്ന് ഖ്വാജ ആസിഫ് പറഞ്ഞു. ഇന്ത്യ പൊതുവേദിയിൽ ഉന്നയിക്കുന്ന വാദങ്ങൾ ശരിവെച്ചാണ് ഖ്വാജ ആസിഫിന്റെ ഏറ്റുപറച്ചിൽ. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ബ്രിട്ടീഷ് ചാനലായ സ്കൈ ന്യൂസിന് നൽകിയ അഭിമുഖത്തിനിടയിലാണ് ഖ്വാജ ആസിഫിന്റെ കുറ്റസമ്മതം. പാകിസ്ഥാന്റെ കുറ്റമറ്റ ട്രാക്ക് റെക്കോർഡ് അല്ലെന്നും US, ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള പടിഞ്ഞാറൻ രാജ്യങ്ങൾക്ക് വേണ്ടി തീവ്രവാദ ഗ്രൂപ്പുകളെ പിന്തുണച്ചിട്ടുണ്ടെന്നും ആസിഫ് പറയുന്നു. ഏകദേശം 3 പതിറ്റാണ്ടുകളായി ഞങ്ങൾ US വേണ്ടിയും ബ്രിട്ടൻ ഉൾപ്പെടെ പടിഞ്ഞാറൻ രാജ്യങ്ങൾക്ക് വേണ്ടിയും ഈ വൃത്തികെട്ട ജോലി ചെയ്തു വരുന്നു. അതൊരു തെറ്റായിരുന്നു, അതിന് ഞങ്ങൾ അനുഭവിച്ചു എന്നും ഖ്വാജ ആസിഫ് പറഞ്ഞു. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് പാകിസ്ഥാനാണ് പരോക്ഷമായി ഉത്തരവാദിയെന്ന് ഇന്ത്യ ആരോപിച്ച സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ ദീർഘകാല നിലപാടിനെ ന്യായീകരിക്കുന്ന ഈ പരാമർശം. കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി തീവ്രവാദികളെ പിന്തുണയ്ക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് സംബന്ധിച്ച പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി അതിന്റെ ഉത്തരവാദിത്തം US, ബ്രിട്ടൻ ഉൾപ്പെടെ രാജ്യങ്ങളുടെ മേൽ കെട്ടിവെക്കാനും ശ്രമിച്ചു. 3 പതിറ്റാണ്ടുകളായി US-നും ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ ഈ വൃത്തികെട്ട ജോലി ചെയ്യുകയാണ്. ഭീകര സംഘടനകളെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാന്റെ ദീർഘകാല ചരിത്രത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തക യാൽഡ ഹക്കീം ചോദിച്ചപ്പോൾ ഖ്വാജ ആസിഫ് പറഞ്ഞു. അതിനിടെ പാക് ഉപപ്രധാനമന്ത്രിയുടെ വാക്കുകളും ചർച്ചയായിരുന്നു. പഹൽഗാമിൽ ആക്രമണം നടത്തിയത് തീവ്രവാദികളല്ലെന്നും അവർ സ്വാതന്ത്ര്യ സമര സേനാനികളാണെന്നുമുള്ള വിശേഷണവുമായിട്ടായിരുന്നു ഇയാൾ രംഗത്ത് വന്നത്. ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഇഷാഖ് ദാറാണ് തീവ്രവാദികളെ സ്വാതന്ത്ര്യ സമര സേനാനികളെന്ന് വാർത്താ സമ്മേളനത്തിൽ വിശേഷിപ്പിച്ചത്. പഹൽഗാമിലെ കൂട്ടക്കൊലയ്ക്ക് അർഹിക്കുന്ന തിരിച്ചടി ഇന്ത്യ നൽകേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നതാണ് ഈ അഹങ്കാരം പറച്ചിൽ. അതിനിടെ അതിർത്തിയിലെ തീവ്രവാദ ക്യാമ്പുകൾ പാകിസ്ഥാൻ ഒഴിപ്പിക്കുകയാണ്. തീവ്രവാദ നേതാക്കളെ വിമാനത്തിൽ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നുണ്ട്. സർജിക്കൽ സ്ട്രൈക്ക് ഭീഷണിയിലാണിതെല്ലാം. ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന് പാകിസ്ഥാൻ ആവർത്തിക്കുന്നതിനിടയിലാണ് ദാറിന്റെ പരാമർശം എന്നതാണ് ഏറെ ശ്രദ്ധേയം. പാകിസ്ഥാനെതിരെയുള്ള ഒരു കയ്യേറ്റവും നടപടിയും അംഗീകരിക്കില്ലെന്നും ദാർ പറഞ്ഞു. സിന്ധു നദീജല കരാർ താൽക്കാലികമായി റദ്ദാക്കിയ നടപടിയെക്കുറിച്ചും ദാർ പ്രതികരിച്ചു. പാകിസ്ഥാനിലെ 240 ദശലക്ഷം ജനങ്ങൾക്ക് വെള്ളം ആവശ്യമാണ്. നിങ്ങൾക്ക് ഇത് തടയാൻ കഴിയില്ല. ഇതൊരു യുദ്ധത്തിന് തുല്യമാണ്. ഇന്ത്യ പാകിസ്ഥാനെ ഭീഷണിപ്പെടുത്തുകയോ ആക്രമിക്കുകയോ ചെയ്താൽ സമാന രീതിയിലൂടെ മറുപടി നൽകുമെന്നും ദാർ പറഞ്ഞു. ദാറിന്റെ വാക്കുകൾ ഗൗരവത്തിൽ ഇന്ത്യ എടുക്കുന്നുണ്ട്. തീവ്രവാദികളെ ദാർ അനുകൂലിച്ചത് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യൻ നിലപാടുകളെ ശക്തിപ്പെടുത്തുന്നതാണ്. ഇന്ത്യ പാകിസ്ഥാനെ ഭീഷണിപ്പെടുത്തുകയോ ആക്രമിക്കുകയോ ചെയ്താൽ തിരിച്ചടി നൽകുമെന്നും ഇഷാഖ് ദാർ പറഞ്ഞു. സിന്ധു നദീജല കരാർ പ്രകാരം തങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന വെള്ളം തിരിച്ചുവിടാനുള്ള ഏതൊരു നീക്കവും യുദ്ധ നടപടിയായി കണക്കാക്കുമെന്നും പാകിസ്ഥാൻ നിലപാടെടുത്തിരുന്നു.